ഹായ് ഓൾ, എൻ്റെ പേര് വിനീത. എല്ലാവർക്കും PK ലേണിങ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ്സ് അഥവാ ഗണങ്ങൾ, മലയാളത്തിൽ ഗണങ്ങൾ എന്നാണ് പറയുന്നത് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണെന്നിരിക്കട്ടെ, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊരു ലിസ്റ്റുമായിട്ടായിരിക്കും അല്ലേ പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റുമായിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലിസ്റ്റ് എഴുതാൻ മറന്നുപോയി, മെമ്മറിയിൽ ഓർത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കടയിൽ ചെന്നിട്ട് എന്തായിരിക്കും, നിങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് ഓർത്ത് വെച്ചോ ആ ഓർഡറിലായിക്കൊള്ളണം എന്നില്ല അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സോപ്പ്, പിന്നെന്താ കുറച്ച് അരി, മുളക്, മല്ലി എന്നിങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യം മല്ലി വേണമെന്നായിരിക്കും പറയുന്നത്. മല്ലി, സോപ്പ്, അരി എന്നൊക്കെ, അതായത് റാൻഡമായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പറയുക എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങൾ വേണം, അപ്പോൾ ആ സാധനങ്ങളുടെയൊക്കെ പേര് കടയിൽ ചെന്ന് ഓർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളായി ഇവിടുന്ന് ഓർത്ത് വെച്ചുകൊണ്ട് പോയ ഓർഡറിൽ തന്നെ പറയണം എന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ലിസ്റ്റ് നോക്കാതെ ആദ്യം ഓർമ്മയിലുള്ള സാധനങ്ങൾ അങ്ങ് പറയും. എന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ലിസ്റ്റ് എടുത്തിട്ട് നോക്കുന്ന എല്ലാം ആയോ, ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞോ എന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഓർഡർ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, സാധനങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചോളുക, ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ പറയുന്നു. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഒരേപോലത്തെ അല്ല. ഇപ്പോൾ ഒന്ന് സോപ്പാണ്, മറ്റൊന്ന് അതൊരു ക്ലീനിങ് പ്രോഡക്റ്റ് ആണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയും മല്ലിയും ഒക്കെ എന്താണ്, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുക്കിങ്ങിന് വേണ്ടിയുള്ളതാണ്. മറ്റേത് ക്ലീനിങ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാം ഒരേ കാറ്റഗറി അല്ല. പക്ഷേ സെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പിംഗ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണ് ഓഫ് സെയിം കൈൻഡ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പിൽ പെടുന്ന. അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ഇതിലാണ് ഇവരെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം അല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യം അടിസ്ഥാനമാക്കി കുറച്ച് സാധനങ്ങളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സെറ്റ് നമുക്കൊക്കെ പേരുകളുണ്ടല്ലേ. അപ്പോൾ അതുപോലെ സെറ്റിനും നമ്മൾ പേര് കൊടുക്കാറുണ്ട്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ A = സെറ്റ് 1 2 3 എന്നെഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ A എന്ന് പറയുന്ന സെറ്റ്, ഇവൻ്റെ പേര് A എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇനി ഇതിനകത്ത് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്പേഴ്സാണ്. അപ്പോൾ ഈ 1 2 3 എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ A എന്ന് പറയുന്ന സെറ്റിലെ മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് അത് നമ്പർ ആവാം, ആൽഫബറ്റ് ആവാം, എന്തുമാവാം. ഇനി സപ്പോസ് ആൽഫബറ്റ് ആണെന്നിരിക്കട്ടെ, ഞാൻ B = ആൽഫബറ്റ്സ് ആണെന്ന് നിങ്ങൾ വെച്ചോളൂ, A B C D. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? ഒരു സെറ്റിനെ കൊടുക്കുന്ന പേര് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും അതിനുള്ളിൽ വരുന്ന മെമ്പേഴ്സ് സ്മോൾ ലെറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതിനകത്തുള്ള മെമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇനി നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ലെറ്റർ എന്നുള്ളൊരിത് വരുന്നില്ല, നമ്പേഴ്സ് വെച്ചിട്ടും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് A എന്ന് പറയുന്നത് 1 2 3, 1ഉം 2ഉം 3ഉം ഒക്കെ A എന്ന് പറയുന്ന സെറ്റിലെ മെമ്പേഴ്സാണ്. മനസ്സിലായോ? അപ്പോൾ സെറ്റ് എന്താണെന്ന് മനസ്സിലായി, സെറ്റിന് പേര് കൊടുക്കുന്നത് മനസ്സിലായി, സെറ്റിലെ മെമ്പേഴ്സിനെ മനസ്സിലായി. ഇനി നിങ്ങളിവിടെ നോക്കിയേ, A എന്ന് പറയുന്ന സെറ്റിലെ മെമ്പറാണ് 1. അപ്പോൾ 1 എന്ന് പറയുന്ന ആൾ Aയുടെ മെമ്പറാണ് എന്നെങ്ങനെ പറയും? അതിനുപയോഗിക്കുന്ന സിമ്പലാണ് എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെ ഒരു പോലെ അല്ലേ, ഒരു പോലെ നമ്മളിങ്ങനെ എഴുതും. ഇതിൻ്റെ പേരാണ് എപ്സിലോൺ. ഓക്കെ, ഇനി ഇപ്പോൾ 1 Aയുടെ മെമ്പറാണെന്ന് പറയാൻ 1 ഈസ് എ മെമ്പർ ഓഫ് A എന്ന് പറയുന്ന സെറ്റിലെ മെമ്പറാണ് 1 എന്ന് പറയുന്ന ആൾ. മനസ്സിലായോ? അതുപോലെ നമുക്ക് സ്മോൾ എ
ഈസ് എ മെമ്പർ ഓഫ് സെറ്റ് ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയുമാണ് സെറ്റിനെ കുറിച്ച് മെയിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ എഴുതിയിരിക്കുന്ന കണ്ടോ, എ ഈസ് ഈക്വൽ ടു 1 2 3. അപ്പോൾ സെറ്റിൻ്റെ സിമ്പിൾ ഇത് ഇങ്ങനത്തെ ബ്രാക്കറ്റാണ് സെറ്റിന് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ ബ്രാക്കറ്റാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റ് അല്ലേ, ഈ ഒരു കേളി ബ്രാക്കറ്റാണ് സെറ്റിന് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് മറ്റേ സൈഡിൽ ക്ലോസ് ചെയ്ത് അതിനകത്താണ് സെറ്റിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നാണ്. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഓക്കെ, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടാബുലാർ ഫോം. ഓക്കെ ആയോ? അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ്, എ ഈസ് ഈക്വൽ ടു നമ്മൾ കേളി ബ്രാക്കറ്റിനകത്ത് മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, റോസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്ത് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. റോസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 എന്ന് പറയുന്ന സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ഞാൻ എഴുതുകയാണ്. എ എന്നാണ് അതിൻ്റെ പേര്, അതുകൊണ്ട് തന്നെ എ എഴുതി. ഇനി നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കോമൺലി നമ്മൾ ഇതിനെ സെറ്റ് ബിൽഡറിൽ ഡിനോട്ട് ചെയ്യാറ്. വൈയോ ഒക്കെ ഉപയോഗിക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. കോമൺ ആയിട്ട് നമ്മൾ സാധാരണ എക്സ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ് ഇട്ടിട്ട് ദേ രണ്ട് കുത്തി ഇങ്ങനെ ഇടും. ഇതിനെ പറയുന്നത് സച്ച് ദാറ്റ് എന്നാണ്. എക്സ് സച്ച് ദാറ്റ്. എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് കുത്തും ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരയും ഇടാം. ഒന്നുകിൽ രണ്ട് കുത്ത്, അല്ലെങ്കിൽ ഡബിൾ കോളൻ, അല്ലെങ്കിൽ ഒരു വര. അപ്പോൾ ഇതിനെ പറയുന്നത് സച്ച് ദാറ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. സച്ച് ദാറ്റ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അല്ലേ, എണ്ണൽ സംഖ്യകൾ. 1 2 3 എന്ന് പറഞ്ഞാൽ ഈ പോയിരിക്കുന്നത്. അപ്പോൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. സോ എക്സ് ഈസ് എ മെമ്പർ ഓഫ് എൻ, കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് 3യോട് ഈക്വലോ 3യേക്കാൾ ലെസ്സോ ആണ്. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇത്രയും കണ്ടീഷൻസ്, അതായത് സെറ്റ് ബിൽഡർ ഫോമുല ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിങ്ങനെ കണക്ട് ചെയ്യുക. റോസ്റ്റർ, ലിസ്റ്റ്. ആ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് റോസ്റ്റർ. ഓക്കെ, അല്ല മറ്റേ ബിൽഡർ ഫോം ആണെങ്കിൽ ബിൽഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്കത് തിരിഞ്ഞു പോവില്ല. പരീക്ഷയ്ക്ക് ചോദിക്കും, റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ ചോദിക്കും, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഓർക്കുക, റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, സെറ്റ് ബിൽഡർ ആകുമ്പോൾ ബിൽഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഞാൻ ആദ്യത്തത് പറഞ്ഞു, എക്സ് സച്ച് ദാറ്റ് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് എൻ. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ എൻ എന്നൊക്കെ പറയുന്നത്, അതായത് പ്രീവിയസ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നോട്ടിൽ കാണും. അപ്പോൾ എൻ എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ്. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിനെ കാണിക്കുന്ന നൊട്ടേഷനാണ്. അപ്പോൾ എൻ എന്ന് പറയുന്നത്, അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3ക്ക് ഈക്വലോ അല്ലെങ്കിൽ ലെസ്സോ ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ലെസ് ദാൻ 4 എന്നും എഴുതാം. 4-നേക്കാളും ചെറുതെന്ന് പറഞ്ഞാലും 1 2 3 തന്നെയാണ്. ഞാനിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ഇത് രണ്ടും ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇനി ബിയുടെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ബിയുടെ ആണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ആൽഫബറ്റ്. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. എഴുതിക്കൂടെ? ഡി വരെയുള്ള ആൽഫബറ്റാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഈസ് ആൻ ആൽഫബറ്റ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഡി വരെയുള്ള ആൽഫബറ്റാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ നോട്ട് നോക്കാം. സെറ്റ്. വാട്ട് ഈസ് എ സെറ്റ്? എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ കൈൻഡ്. ഞാൻ പറഞ്ഞു ഒരേ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണ്. നിങ്ങളിപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ് അവിടെ. അതുപോലെ ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി എന്നുള്ള സെറ്റ് പറഞ്ഞപ്പോൾ എല്ലാം ആൽഫബറ്റ്സ് ആണ് അവിടെ. അപ്പോൾ ഒരേ രീതിയിലുള്ള ഇതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്.
ഇനി ഇവിടെ ഞാൻ പറഞ്ഞു കുറച്ച് സെറ്റ്സ് പ്രീവിയസ്ലി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, പോസിറ്റീവ് നമ്പേഴ്സും സീറോയും നെഗറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റാഷണൽ നമ്പേഴ്സ്, അതായത് ഭിന്നകങ്ങളെന്ന് നമ്മൾ പറയും. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ് വേർ ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതില്ലേ, അങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. സോ ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിനെ കാണിക്കുന്ന സെറ്റാണ്. അതുപോലെ ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, അതിലെല്ലാം വരും. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം, ഓൾ നമ്പേഴ്സ് എല്ലാം വരും. ഓക്കെ, WHO അല്ല, ഓൾ ദ നമ്പേഴ്സ്, ALL, ഓൾ ദ നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പോൾ അതിൽ എല്ലാ കാറ്റഗറിയും വരുന്നവനാണ് ആര്? റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇസഡ്, വീണ്ടും ഇസഡ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്, അതിൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും വരും. ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ്. കണ്ടല്ലോ, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇനി ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ ക്യൂ റാഷണൽ നമ്പേഴ്സ് ആണ്, അതിൽ പോസിറ്റീവും നെഗറ്റീവും വരും. പക്ഷേ ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അതുപോലെ ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ, ആർ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ നമ്പർ സിസ്റ്റമാണ് അവിടെ വരുന്നത്. സോ അതിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ആർ പ്ലസ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിഫൈൻഡ് ആയിട്ട് വച്ചിരിക്കുന്ന നൊട്ടേഷൻസ് ആണ്. എൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ നമ്പർ ആണ്. ഇസഡ് എന്ന് പറയുമ്പോൾ, ഇസഡ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്. ഐ അല്ല, ഇസഡ് ആണ് ഇൻറ്റിജറിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. ഇതിനെയൊക്കെ കാണിക്കുന്ന എന്താ പറയുക, സിമ്പിളാണിത്, ഓർത്തു വെച്ചോളുക. ഇനി നിങ്ങൾ നോക്കുക, സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഞാൻ പറഞ്ഞു സെറ്റിൻ്റെ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ആണ്. എന്നാൽ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ നിങ്ങൾ നോക്കിയേ, ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ, വി സേ ദാറ്റ് എ ബിലോങ്സ് ടു എ. അതായത് ഇപ്പോൾ സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു മെമ്പർ ആണെങ്കിൽ നമ്മൾ പറയും സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സ്മോൾ എ എപ്സലോൺ എ. അപ്പോൾ സ്മോൾ എ എപ്സലോൺ എ എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു, ഈ എപ്സലോണിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു, അതായത് ക്യാപിറ്റൽ എയിൽ വരുന്ന ഒരാളാണ് സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എയുടെ മെമ്പറാണ് സ്മോൾ എ. അപ്പോൾ ദ ഗ്രീക്ക് സിമ്പൽ എപ്സിലോൺ, കണ്ടോ, EPSILON, എപ്സിലോൺ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഫ്രേസ് ബിലോങ് ടു. ദസ് വി റൈറ്റ് എ എപ്സലോൺ ക്യാപിറ്റൽ എ. സ്മോൾ എ എന്ന് പറഞ്ഞാൽ എലമെൻ്റ് ആണ്. സോ ഇഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ, വി റൈറ്റ് ബി എപ്സലോൺ ഇട്ടിട്ട് ഒരു വര ഇടുക. നമ്മൾ അങ്ങനെയാണല്ലോ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇടും അല്ലേ. അതുപോലെ നോട്ട് എ മെമ്പർ ആണെങ്കിൽ എപ്സലോൺ ഇട്ടിട്ട് ഒരു വെട്ടിട്ടാൽ മതി. അപ്പോൾ നോട്ട് എ മെമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ എപ്സലോൺ ഇട്ട് ഒരു വെട്ടിടുക. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെയാണ് വായിക്കുന്നത്? ബി ഡസ് നോട്ട് ബിലോങ് ടു എ. ബി എന്ന് പറയുന്ന ആ സ്മോൾ ലെറ്റർ ബി ഡസ് നോട്ട് ബിലോങ് ടു എ. ഓക്കെ ആണോ? ഇനി രണ്ട് രീതിയിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ റോസ്റ്റർ ഫോം ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. ദ എലമെൻറ്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. കേളി ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. അതായത് 42ൻ്റെ ഫാക്ടേഴ്സ് എഴുതിയിരിക്കുകയാണ്. 42ൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയേ, 1, 2, 3, 6, 7, 14, 21, 42. ആ ഓർഡറിൽ എഴുതിയിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു, നമ്മളൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് സാധനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, ആ ഓർഡറിൽ പറയണമെന്ന് യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം ആ സാധനങ്ങൾ കൃത്യമായി അവിടെ പോയി പറയുക എന്നുള്ളതാണ്. അത് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കണം. കാര്യം നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ പലയിടത്തും ഓർഡർ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ പഠിക്കും. പക്ഷേ സെറ്റിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് മനസ്സിലോർക്കുക. സെറ്റിൽ ഓർഡർ, ഈ എലമെൻസിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്ങനെ വേണേലും വരാം. അതായത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ സെറ്റ് കണ്ടോ, ഈ സെറ്റും ഈക്വലാണ്. രണ്ടിലും ഉള്ളത് ഒരേ എലമെൻസ് ആണ്. ഒന്നിൽ 1 ആദ്യം വന്നിരിക്കുന്നു, ഇവിടെ 2 ആദ്യം വന്നിരിക്കുന്നു, ഇവിടെ ഷഫിൾ ചെയ്ത് രണ്ടാമത്തെ സെറ്റിൽ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, മനസ്സിലായോ? ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42 ആണ് നമ്മുടെ സെറ്റ്. സോ ഓർഡർ ഓഫ് എലമെൻറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വീണ്ടും ഓർക്കുക, ഓർഡർ ഓഫ് എലമെൻറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ സെറ്റ്. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസിൽ ചോദിക്കാം, ഓർഡർ ഓഫ് എലമെൻറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ സെറ്റ്. കറക്റ്റാണ്, ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല.
ഇനി ഇവിടെ നോക്കിയേ, ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1, 3, 5 ഉണ്ടോ. ഇപ്പോൾ ഇങ്ങനെ ഡോട്ടിട്ട് പോകും. നമ്മളിനി പഠിക്കും, ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇങ്ങനെ 1, 3, 5 ഇങ്ങനെ ഡോട്ടിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് തുടങ്ങുന്നത് 1-ലാണ്. അപ്പോൾ 1-ൽ തുടങ്ങി അതിങ്ങനെ നീണ്ടങ്ങ് പോവാണ്, അപ് ടു ഇൻഫിനിറ്റി വരെ പോവാണ്. സോ അവിടെ നമ്മൾ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 1, 3, 5 അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞങ്ങ് പോകും. The dots tell us that the list of odd numbers continue indefinitely. ഓക്കെ, അത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ആദ്യം ഞാൻ റോസ്റ്റർ ഫോമിനെ പറ്റി പറഞ്ഞു. നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് റോസ്റ്ററാണ്. ഓക്കെ ആണോ? ഇനി സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ്, ആ ബിൽഡ് ചെയ്യേണ്ട കണ്ടീഷൻ പറയുന്നു. In set builder form, all the elements of a set possesses a single common property which is not possessed by any element outside the set. അതായത് എ സെറ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 12ൻ്റെ ഫാക്ടേഴ്സിൻ്റെ സെറ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എക്സ് കോളൻ ഇടും അല്ലേ, ഡബിൾ കോളൻ ഇടും. അതായത് ഈ കോളൻ ഇടുമ്പോൾ എക്സ് കോളൻ എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 12ൻ്റെ ഫാക്ടറാണ് എക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. 1, 2, 3, 4, 6 പിന്നെ 12 ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, 12 വരെ ഉള്ളൂ. അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് കണ്ടീഷൻ പറയുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. ബിൽഡ് ചെയ്യാനുള്ള കണ്ടീഷൻ പറയുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ് സച്ച് ദാറ്റ്, എക്സ് കോളൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് 12 ആണ്. അപ്പോൾ അതിൻ്റെ റോസ്റ്റർ ഫോമാണിത്. ഓക്കെ ആണോ? ഇനി അടുത്തത് കാർഡിനാലിറ്റി. ഈ ഒരു ടേം നിങ്ങൾ മൈൻഡിൽ പതിപ്പിച്ചോണം. കാർഡിനാലിറ്റി, വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്, വാട്ട് ഈസ് ദ കാർഡിനൽ വാല്യൂ ഓഫ് ദ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞ് പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഒരു സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻസിനെയാണ് അതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഒരു സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നിങ്ങൾ നോക്കിയേ, ഈ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ ഓഫ് എ എന്നാണ്. എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്നാണ്. ഓക്കെ, എൻ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് എ എഴുതും. ഓക്കെ, ഇവിടെ എണ്ണി പറഞ്ഞേ 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറയുന്ന ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ അല്ലെങ്കിൽ കാർഡിനൽ വാല്യൂ ഓഫ് എ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്, എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആയോ? അടുത്ത പോർഷനിലേക്ക് പോകാവോ? ഇനി നമ്മളോട് കുറച്ച് പ്രോബ്ലംസ് തന്നിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, റോസ്റ്റർ ഫോമിൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ ചോദിക്കാം, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാനും ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ലിസ്റ്റാണ്. നമുക്ക് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്യാനല്ലേ, റോസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ലിസ്റ്റാണെന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ റോസ്റ്റ് ലിസ്റ്റ് റൈമിങ് വേർഡ് അല്ലേ, അങ്ങനെ ഓർത്താലും മതി. അപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടെ എങ്ങനെ എഴുതാം, ബി ഈസ് ഈക്വൽ ടു, ഞാൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇത്ര എന്തായാലും ഉണ്ട്. ഇനി എന്താ കണ്ടീഷൻ, എക്സ് നാച്ചുറൽ നമ്പറാണ്, എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് നാച്ചുറൽ നമ്പറാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, 20യോട് ഈക്വലോ 20ക്ക് താഴെയോ ഉള്ള നാച്ചുറൽ നമ്പേഴ്സാണ് എക്സ് എന്ന് പറയുന്നത്. അത്രയും കൊണ്ട് കഴിഞ്ഞില്ല, ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. 20ക്ക് താഴെയുള്ള എല്ലാ നമ്പർ അല്ലെങ്കിൽ 20 വരെയുള്ള എല്ലാ നമ്പറും 1 to 20 വരെയുള്ള നമ്പർ എഴുതി വെക്കാൻ പറ്റത്തില്ല. അടുത്തൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, എക്സ് ഈസ് എ പ്രൈം നമ്പർ. അതായത് 20ന് ഈക്വലോ 20ൽ താഴെ ഉള്ളതോ ആയ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്ന പ്രൈം നമ്പേഴ്സാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കണ്ടീഷനുണ്ട്. എക്സ് ഈ 3 കണ്ടീഷനും മീറ്റ് ചെയ്യണം. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് 20നോട് ഈക്വലോ 20ൽ താഴെയോ ആയിരിക്കണം, എക്സ് ഒരു പ്രൈം നമ്പറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഒന്ന് എഴുതാൻ പറ്റുമോ നമുക്ക്? ഒന്ന് എഴുതാൻ പറ്റില്ല. കാര്യം എന്താ, ഒന്ന് പ്രൈമോ കോമ്പോസിറ്റോ അല്ല. 2 പ്രൈമാണ്, 3 പ്രൈമാണ്, 4 വരുമോ? 4 വരില്ല, 4 കോമ്പോസിറ്റാണ്. 5, ഇനി 7, ഓക്കെ. 9 വരുമോ? ഇല്ല, 9 കോമ്പോസിറ്റാണ്. 10 വരില്ല, 11, 13, 15 വരുമോ? ഇല്ല. 16 വരില്ല, 17, 18 വരില്ല, 19, 20 വരുമോ? ഇല്ല, 20 കോമ്പോസിറ്റാണ്. സോ
2, 3, 5, 7, 11, 13, 17, 19. അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയും. അപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോം, ആ സെറ്റിൻ്റെ പേര് അതുപോലെ എഴുതി ഈക്വൽ ടു ഇട്ടു. ഈ കണ്ടീഷൻസ് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ ആണോ? അടുത്ത നിങ്ങൾ നോക്കിയേ, എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 3 ആണ്, ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. സോ 1ഉം 2ഉം. 3 എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് 3 എഴുതാൻ പറ്റാത്തത്? കാര്യം ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3യേക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സാണ്, അത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 1, 2, 3 എഴുതാമായിരുന്നു. മനസ്സിലായോ? അടുത്ത പ്രോബ്ലംസ് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ എക്സ് ലെസ് ദാൻ 6. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറഞ്ഞേ? ബി ഈസ് ഈക്വൽ ടു പ്രൈം നമ്പർ ആയിരിക്കണം, അപ്പോൾ 1 വരില്ല. ലെസ് ദാൻ 6, 6നേക്കാളും ചെറുതുമായിരിക്കണം. സോ 2, 3, 5 അല്ലേ? അതായത് എന്തുകൊണ്ടാണ്? 6നേക്കാളും ചെറുതായിരിക്കണം. 6 അല്ലെങ്കിൽ തന്നെ കോമ്പോസിറ്റാണ്. 6നേക്കാളും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5. ഓക്കെ, റോസ്റ്റർ ഫോം റെഡിയായി. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. ഇതിനൊരു വ്യത്യാസമുണ്ട് അല്ലേ? ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലല്ല തന്നിരിക്കുന്നത്, നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷൻ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോൾ ഡിഗ്രി 2 ആയിട്ട് വരുന്ന, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ്? എക്സിൻ്റെ പവർ 2 ആണ്. അതുകൊണ്ടാണ് പവർ 2 ആയിട്ട് വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനെ, അതായത് എക്സിൻ്റെ വാല്യൂ ആണ് സൊല്യൂഷൻ, അതിനെ നിങ്ങൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ കൂട്ടുമ്പോൾ ഇവിടെ പ്ലസ് വരുന്നതായിരിക്കണം, ഗുണിക്കുമ്പോൾ ഇവിടെ മൈനസ് വരണം. നമുക്കറിയാം 2ഉം 1ഉം ആണ് വരുന്നത്, 2ഉം 1ഉം ആണ് വരുന്നത്. ഇവിടെ പ്രോഡക്റ്റും ഇവിടെ സമ്മുമാണ് എടുക്കുന്നത്. അപ്പോൾ സം എടുക്കുമ്പം പ്ലസ്സും വരണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസും വരണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2ന് പ്ലസ് വാല്യൂ ആണ്. എക്സ് പ്ലസ് 2ഉം എക്സ് മൈനസ് 1 നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇതിനെ ഫാക്ടേഴ്സ് ആക്കാനായിട്ട്. അതായത് 2ഉം 1ഉം വരുന്നത് ഇത് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ്. അപ്പോൾ എ ബി ആണ് -2, എ പ്ലസ് ബി പ്ലസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയ ആൾക്കാണ് പ്ലസ് വാല്യൂ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2ഉം എക്സ് മൈനസ് 1ഉം ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എക്സ് പ്ലസ് 2ഉം എക്സ് മൈനസ് 1ഉം ആണ്. ഇനി അപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -2 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2ഉം 1ഉം ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. എങ്ങനെയാ? അപ്പോൾ ഇവിടെ പേരൊന്നും തന്നിട്ടില്ല, അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പേരിടാം. എ ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുവാണ് -2 1. എനിക്ക് വേണമെങ്കിൽ 1 -2 എന്നും എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു -2 1 എന്നുള്ളതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ഇൻ ദ റോസ്റ്റർ ഫോം. എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എന്ന് പറയുന്നുണ്ട്. എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 40യേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഇവിടെ പേര് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേരിടുവാണേ. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ പേരൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ആ 4 ഓപ്ഷനിൽ ഏത് ഈ സെറ്റ് ബിൽഡർ ഫോമിന് കറക്റ്റായി വരും, കറക്റ്റായിട്ട് അതിൻ്റെ ലിസ്റ്റായിട്ട് വരും എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 40നേക്കാളും ചെറുതുമായിരിക്കണം. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 40നേക്കാളും ചെറുതാണ്, 2ൻ്റെ സ്ക്വയർ 4 40നേക്കാളും ചെറുതാണ്, 3യുടെ സ്ക്വയർ 9, അതുപോലെ 4ൻ്റെത് 16,
5ൻ്റെത് 25, 6ൻ്റെത് 36. 7 എടുക്കാൻ പറ്റുമോ? ഇല്ല. 7ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 49 വരും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 40. അതുകൊണ്ട് 6 വരെ വരത്തുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 ആണ്. അപ് ടു 6 ആണ്. 1, 2, 3 അപ് ടു 6 ആണ്. മനസ്സിലായോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 4, 9, 16, 25. ഇത് ഡയറക്റ്റ് ആയിട്ട് സ്ക്വയർ വാല്യൂസ് ആണ്. എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞത് എക്സ് സ്ക്വയർ ആണ് ലെസ് ദാൻ 40. സോ എക്സ് അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ 40യേക്കാളും ചെറിയ സ്ക്വയേഴ്സ് ഉള്ള നമ്പേഴ്സാണ്. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സ്ക്വയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. സെറ്റ് ബിൽഡർ ഫോം ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഈ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായാലും പോസിറ്റീവ് നമ്പറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 1, 4, 9 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇങ്ങനെ നീണ്ട് പോകും കണ്ടോ. ഇങ്ങനെ ഇത് എൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സെറ്റിന് പറയുന്ന പേരൊക്കെ നമുക്കിനി കാണാം. സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ലെസ് ദാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം 40യേക്കാളും ചെറിയ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ 36 വരെ വരത്തുള്ളൂ. അങ്ങനെയല്ല. ഇവിടെ എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതങ്ങ് നീണ്ട് പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഈ ഒരു സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ ആണോ? ഇനി ഇതിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിലും എഴുതാം. എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം? വെയർ എൻ ഈസ് എ മെമ്പർ ഓഫ് എൻ, ക്യാപിറ്റൽ എൻ. എൻ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. നമുക്ക് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മതി. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ഇട്ട് കഴിഞ്ഞാലും കണ്ടീഷൻ ഓക്കെയാണ്. അല്ലെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ആ എന്നിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്ന ഓരോ എക്സിൻ്റെ വാല്യൂ. എന്നിന് 1 ആകുമ്പോൾ എക്സും 1 ആവും. എന്നിന് 2 ആകുമ്പോൾ എക്സ് 4 ആവും. എക്സിൻ്റെ വാല്യൂസാണ് നമ്മുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും എഴുതാം. ഈ 2 രീതിയിലും ഇത് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ റോസ്റ്റർ ഫോമിന് ആപ്റ്റായ സെറ്റ് ബിൽഡർ ഫോം ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ്. നമ്മളെ സെറ്റ് ഇത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 1/2, 2/3, 3/4, 4/5, 5/6, 6/7 അല്ലേ? ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ്. ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം 1/2, 2/3, 3/4, 4/5, 5/6, 6/7 ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഇട്ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n/n+1. കാര്യം എന്താ? മേളിൽ 1 ആണ്, താഴെ 2, 1+1. മേളിൽ 2 വരുമ്പോൾ താഴെ 3 ആവും. അതിൻ്റെ കൂടെ ഒന്ന് കൂടിയാണ് ഡിനോമിനേറ്റർ വരുന്നത്. മേളിൽ 3 വരുമ്പോൾ താഴെ 4, ഒന്ന് കൂടിയാണ് വരുന്നത്. ഇനി എന്നിൻ്റെ വാല്യൂ 1ൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n ഈസ് എ നാച്ചുറൽ നമ്പർ. നമുക്ക് ലിമിറ്റ് പറഞ്ഞു കൊടുക്കണ്ടേ? എവിടുന്ന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോം തന്നാൽ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എവിടെയാണ് തുടങ്ങേണ്ടത്? എന്നിൻ്റെ വാല്യൂ 1ലാണ് തുടങ്ങേണ്ടത്. അതിന് ബെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്നിനെ നാച്ചുറൽ നമ്പർ ആക്കുന്നതാണ്. നാച്ചുറൽ നമ്പർ 1ലാണ് തുടങ്ങുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ പറയേണ്ടത് എന്നെ ഏതുവരെ ഉള്ളൂ? എന്നെ 6 വരെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അങ്ങനെ പറയാം. അല്ലെങ്കിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാലും മതി. കാര്യം നമ്മളിവിടെ നാച്ചുറൽ നമ്പർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 1ലാണ് തുടങ്ങുന്നതെന്ന് ക്ലിയറായി. ഇനി അടുത്ത നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം അറിഞ്ഞാൽ മതി. അത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. മനസ്സിലായോ? പക്ഷേ ഇവിടെ നാച്ചുറൽ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഈ നാച്ചുറൽ നമ്പർ പറയാതെ എക്സ് ഇസ് ഈക്വൽ ടു n/n+1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതിയാലും മതി. നമുക്ക് ആ 2 ലിമിറ്റ് ക്ലിയർ ആവണം. ഓക്കെ ആണോ?
അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇഫ് എ ഈക്വൽ ടു 1 2 3 സെറ്റ് 1 2 3 വാട്ട് ഈസ് ദ കാർഡിനൽ വാല്യൂ ഓഫ് എ? കാർഡിനൽ വാല്യൂ എന്നൊന്നും കേട്ട് പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് എയിലുള്ള എലമെൻസിൻ്റെ എണ്ണമാണ് കാർഡിനൽ വാല്യൂ. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇവിടുത്തെ കാർഡിനൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ, റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, റോസ്റ്റ് ലിസ്റ്റ്. അപ്പോൾ n ഈസ് ആൻ ഇൻറ്റിജർ ആണ്. അപ്പോൾ മൈനസ് വാല്യൂസ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. -3 മുതൽ <= ആണ്. സോ -3 എടുക്കണം. <= വന്നിരിക്കുന്നതുകൊണ്ട് -3 എടുക്കണം. ലിമിറ്റും കൂടി എടുക്കണം. പിന്നെ 7ൻ്റെ അവിടെ ഈക്വൽ സൈൻ ഇല്ല, അപ്പോൾ 7 എടുക്കണ്ട. 7ൻ്റെ തൊട്ട് താഴെയുള്ളത് വരെ എടുത്താൽ മതി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ -3 -2 -1 0 1 2 3 4 5 6 വരെ എടുത്താൽ മതി. കാര്യം എന്താണ്? ഇവിടെ ഈക്വൽ ടു ഇല്ല, അപ്പർ ലിമിറ്റിൽ ഈക്വൽ ടു ഇല്ല. മനസ്സിലായോ? അപ്പർ ലിമിറ്റിൽ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് 6 വരെ എടുത്താൽ മതി. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ. ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ <6. എഴുതാമല്ലോ. നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്ന എവിടെ നിന്നാണ് പറഞ്ഞേ? നാച്ചുറൽ നമ്പേഴ്സ് 1ൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് 1 <6 <= 6 ഇല്ല. സോ 1 2 3 4 5 വരെ എഴുതിയാൽ മതി, 6 എഴുതണ്ട. ഓക്കെ, അടുത്തത്. സി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഡിജിറ്റ് ഈസ് 8. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു 2-digit നാച്ചുറൽ നമ്പറാണ്. ആ ഡിജിറ്റിൻ്റെ സമ്മ് കൂട്ടുമ്പോൾ 8 കിട്ടണം. അപ്പോൾ സി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 2-digit നമ്പർ തുടങ്ങുന്നത് 10ൽ നിന്നാണ്. പക്ഷേ 10 എഴുതാൻ പറ്റുമോ? ഇല്ല. 10ൽ 1 + 0 കൂട്ടുമ്പോൾ 1 ആണ് വരുന്നത്. നമുക്ക് 8 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 8 കിട്ടണമെങ്കിൽ 17 1 + 7. അടുത്തത് 26 അല്ലേ? അടുത്തത് 35 44 ഇനി 53. ഈ നമ്പേഴ്സ് തിരിഞ്ഞു വരും. 62 71 കഴിഞ്ഞോ? ഇല്ല. 80 എടുത്തൂടെ? 8ലും സം ഓഫ് ഡിജിറ്റ് 8 അല്ലേ? സോ 2-digit നമ്പേഴ്സിൻ്റെ സമ്മ് 8 ആയിട്ടുള്ള നമ്പേഴ്സാണ്. 17 മുതൽ സ്റ്റാർട്ട് ചെയ്യും 80 വരെ. അപ്പോൾ അതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഡി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് 60. അതായത് 60യുടെ ഫാക്ടേഴ്സാണ്. പക്ഷേ പ്രൈം ആയിരിക്കണം. 60യുടെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് എഴുതാൻ പറ്റില്ല, പ്രൈം ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം പ്രൈം നമ്പർ തുടങ്ങുന്നത് 2ൽ നിന്നാണ്. 2 60യുടെ ഫാക്ടറാണ്. സോ 2 എഴുതാം. 3ഉം 60യുടെ ഫാക്ടറാണ്. 3 എഴുതാം. 4 പ്രൈം അല്ല, അതുകൊണ്ട് 4 എഴുതാൻ പറ്റില്ല. പിന്നെ 5 എഴുതാം. നിങ്ങൾ ഇനി അങ്ങോട്ട് നോക്കിയാൽ ഏതെങ്കിലും എഴുതാൻ പറ്റുമെന്ന്. 6 പ്രൈം അല്ല. പിന്നെ 7 ആണ് വരുന്നത്. 7 60യുടെ ഫാക്ടർ അല്ല. പിന്നെ പ്രൈം വരുന്നത് ഏതാണ്? 11 ആണ്. 11ഉം 60യുടെ ഫാക്ടർ അല്ല. 13ഉം 60യുടെ ഫാക്ടർ അല്ല. 17ഉം 60യുടെ ഫാക്ടർ അല്ല. 19ഉം 60യുടെ ഫാക്ടർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒന്നും 60യുടെ ഫാക്ടർ അല്ല. 60യുടെ ഫാക്ടേഴ്സ് എഴുതി നോക്കിയേ. 1 60, 2 30, 3 20, 4 15, 5 12, 6 10. ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഉണ്ടോ? 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല. ഓക്കെ, ഇനി അങ്ങോട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് 2 3 5. 2 3 5 ഇത് 3 മാത്രമേ എന്തായിട്ടുള്ളൂ? പ്രൈമായിട്ട് ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ 60യുടെ ഫാക്ടേഴ്സ് ആയിരിക്കണം. അതിൽ പ്രൈം വരുന്ന വാല്യൂസ് 2 3 5 ആണ്. അടുത്ത നോക്കിയേ. ഇ ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സെറ്റിലുള്ള, ട്രിഗ്നോമെട്രിയിലുള്ള ലെറ്റേഴ്സാണ് ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ടി വരും, R I G O N, പിന്നെ O എഴുതണോ? ഒരിക്കൽ നമ്മൾ O എഴുതി, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. പിന്നെ O എഴുതണ്ട. M E വീണ്ടും ടി എഴുതണ്ട.
ആർ എഴുതണ്ട വൈ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിലുള്ള ലെറ്റേഴ്സിനെ സെറ്റായിട്ട് എഴുതാൻ പറയുമ്പോൾ അതിൽ റിപ്പീറ്റിംഗ് ലെറ്റേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനി അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അതിൻ്റെ സെറ്റ് എഴുതാൻ പറയുമ്പോൾ ബി എഴുതണം, ഇ എഴുതണം, ടി, വീണ്ടും ടി വരുന്നുണ്ട് ഒഴിവാക്കാം, വീണ്ടും ഇ വരുന്നുണ്ട് ഒഴിവാക്കാം, ആർ. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ഫോം, അതായത് സെറ്റ് ബിൽഡർ ഫോമാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ 3, 6, 9, 12. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം 12ൻ്റെ ഫാക്ടേഴ്സാണ്. 12ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം നിങ്ങൾക്ക്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് എഴുതാം. എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്നിട്ട് എക്സിന് വാല്യൂ കൊടുക്കാം. എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്നിട്ട് നമുക്ക് എക്സിന് വാല്യൂ സെറ്റ് ചെയ്യാം. എക്സ് എങ്ങനെയാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്? ആദ്യം ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്യണം അല്ലേ? ലോവർ ലിമിറ്റ് 3യിലാണ് തുടങ്ങുന്നത്. സോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 3 മുതലുള്ളതാണ് വേണ്ടത്. അപ്പോൾ 3, 6, 9, 12. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3n എന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 3n. ഇനി എന്നിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. n 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 3n ആണ്. അപ്പോൾ എന്നിന് ഏതൊക്കെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്പേഴ്സ് കിട്ടുമെന്ന് നോക്കുക. എന്നിന് 1 വരണം, 2 വരണം, 3 വരണം, 4. 1 മുതൽ 4 വരെ വന്നാൽ മതി. സോ എന്നിൻ്റെ ലിമിറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. മനസ്സിലായോ? ഇനി അടുത്തത് ഇതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2, 4, 8, 16, 32. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നാൽ 2n ആണ്. 2 സ്ക്വയർ 2 1 എന്ന് പറഞ്ഞാൽ 2, 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 2 ആണ് 16, 2 5 ആണ് 32. അപ്പോൾ 5 വരെയുള്ള വാല്യൂസ് ആണ് എന്നിന് വരേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇങ്ങനെ എഴുതാം. ഓക്കെ ആണോ? അടുത്ത നിങ്ങൾ നോക്കിയേ 5, 25, 125, 625. അതായത് 5ൻ്റെ പവേഴ്സാണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 റൈസ് ടു n എന്ന് എഴുതാം. 5 റൈസ് ടു n. ഇനി എന്നിൻ്റെ വാല്യൂസ് എത്ര എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്? എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് 5 വരുന്നത്. 225. എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 125. 4 ആകുമ്പോഴാണ് 625. സോ എന്നിൻ്റെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അത്രയും വന്നാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത്. അടുത്തത് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം 2, 4, 6. നിങ്ങളിത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 2, 4, 6 എന്ന് പറയുന്നത് നമ്മുടെ ഈവൻ നമ്പേഴ്സാണ് അല്ലേ? ഈവൻ നമ്പേഴ്സാണ്. സോ നമുക്കിതിവിടെ എഴുതാം പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ്. അപ്പം നമുക്കിതിൽ എങ്ങനെ എഴുതാം? എക്സ് ബ്രാക്കറ്റ് ഇട്ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈവൻ നമ്പർ. ഇതിങ്ങനെ പോവാണ്. നമുക്ക് എക്സ് ഇങ്ങനെ എഴുതാം, എക്സ് ബിലോങ്സ് ടു n. എന്നിട്ട് നിങ്ങൾക്ക് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. എക്സ് എന്നിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്ന ഈവൻ നമ്പറാണ്. അങ്ങനെ എഴുതാം. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് എക്സ് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് എക്സ് ഇസ് ഈക്വൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ എക്സ് ബിലോങ്സ് ടു n എന്ന് എഴുതാം. എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ നമുക്ക് മനസ്സിലായി പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ടത് നമുക്ക് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുമ്പോൾ കറക്റ്റ് ഇത് തന്നെ വരണം. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത് നിങ്ങൾക്ക് 1, 4, 9. അപ്പോൾ നമുക്കിത് മനസ്സിലായി. നമുക്ക് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? സ്ക്വയേഴ്സാണ് വരേണ്ടത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. ഇനി എന്നിൻ്റെ വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിൻ്റെ ചെറിയ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 വരെയുള്ള സ്ക്വയേഴ്സാണ്. സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 സ്ക്വയർ. ഓക്കെ ആണോ? ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. ആദ്യം പറയുന്നത് എം ടി സെറ്റാണ്. പല ടൈപ്പ് സെറ്റുകളുണ്ട്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെ അതിൽ എലമെൻറ്റ്സ് ഉണ്ടാവില്ല. എലമെൻറ്റ് 0 എന്ന് വിചാരിക്കരുത്.
നിങ്ങളിപ്പോൾ എ ഈസ് ഈക്വൽ ടു 0, ഇതൊരു എം ഡി സെറ്റാണോ? അല്ല, ഇത് എം ഡി സെറ്റ് അല്ല. കാര്യം ഇതിനകത്ത് 0 എന്ന് പറയുന്ന ഒരു 0 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഒരു എലമെൻറ്റും ഉണ്ടാവരുത്. അതായത് എ ഈസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെയാണ് എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ആരും ഉണ്ടാവരുത്, ഈ ബ്രാക്കറ്റിനകത്ത് ആരും ഉണ്ടാവരുത്. നിങ്ങൾക്ക് അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ബ്രാക്കറ്റിനകത്ത് 0 ഇട്ടിട്ട് ഇത് എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. എം ഡി സെറ്റിൻ്റെ മറ്റുള്ള പേരുകളാണ് നൾ സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ നമ്മുടെ ബ്രാക്കറ്റിനകത്ത് ആരും ഉണ്ടാവരുത്, നോ എലമെൻ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എം ഡി സെറ്റ്. അപ്പോൾ എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് എം ഡി സെറ്റ് ഓർ ദ നൾ സെറ്റ്, അല്ലെങ്കിൽ അതിനെ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ ആണോ? ദ എം ഡി സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ 5. അപ്പോൾ എം ഡി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നീ ഇങ്ങനെ 5 കൊണ്ട് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ 2 ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കും, അകത്താരും കാണത്തില്ല. ഓക്കെ ആണോ? എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സിൻ്റെ ലിമിറ്റ് 1നും 2നും ഇടയിലാണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നു. 1നും 2നും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എണ്ണി എടുക്കാവുന്ന നമ്പേഴ്സാണ്. അപ്പോൾ 1നും 2നും ഇടയിലുള്ളവരൊക്കെ ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസാണ്. സോ ഒരു നാച്ചുറൽ നമ്പർ എവിടെ ഇല്ല, 1നും 2നും ഇടയിലില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഇല്ല. അതുകൊണ്ട് ഇതൊരു നൾ സെറ്റാണ് അല്ലെങ്കിൽ എം ഡി സെറ്റാണ്. ഓക്കെ, ബിക്കോസ് ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. അടുത്ത് നോക്കിയേ, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. പേര് പറയുന്ന പോലെ തന്നെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള എലമെൻസിനെ നമുക്ക് എണ്ണിയെടുക്കാം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൃത്യമായി പറയാം. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ട് 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 ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അതായത് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആളുകളുടെ എണ്ണം പ്രിസൈസ് ആണ്, നമുക്ക് എണ്ണി പറയാൻ പറ്റും, എത്ര അതിൻ്റെ കാർഡിനൽ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. എ സെറ്റ് വിച്ച് ഈസ് എം ടി, അപ്പോൾ എം ടി സെറ്റും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. എം ടി സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഒരു ഉള്ളിൽ വരുന്ന ചില പോയിന്റ്സ് ആണ്. എം ടി സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റാണോ? എം ടി സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ കൺസിസ്റ്റ്സ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ്, അതർവൈസ് ദ സെറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. ഓക്കെ ആണോ? ഇനി അടുത്തത്, സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ആദ്യത്തെ നിങ്ങൾ നോക്കിയേ, എക്സ് മെമ്പർ ഓഫ് എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 1 × x - 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എക്സിൻ്റെ വാല്യൂസ് 1ഉം 2ഉം ആയിട്ടാണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂസ് 1ഉം 2ഉം ആയിട്ടാണ്. സോ ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അതായത് എക്സിൻ്റെ വാല്യൂസ് 1ഉം 2ഉം ആണ്. അടുത്ത് നിങ്ങൾ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് എൻ, x² ഈക്വൽ ടു 4. x² 4 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 2ഉം -2ഉം ആണ്. അപ്പോൾ ഇതിൽ നാച്ചുറൽ വരുന്നതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്തേ വരത്തുള്ളൂ? 2 മാത്രമേ വരത്തുള്ളൂ, -2 വരത്തില്ല. നാച്ചുറൽ നമ്പേഴ്സ് 1ലല്ലേ തുടങ്ങുന്നത്, -2 വരത്തില്ല. അപ്പോൾ ഇതും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. മനസ്സിലായോ? അതായത് സെറ്റ് 2 മാത്രമേ ഉള്ളൂ വാല്യൂ, ഒറ്റ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. അടുത്തത് നിങ്ങൾ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് മെമ്പർ ഓഫ് എൻ, 2x - 1 ഈസ് ഈക്വൽ ടു 0. 2x - 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2x ഈസ് ഈക്വൽ ടു 1 ആണ്, എക്സ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു എക്സ് മെമ്പർ ഓഫ് എൻ ആണ്. നാച്ചുറൽ നമ്പറിൽ 1/2 വരുമോ? ഇല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു നൾ സെറ്റ് അല്ലെങ്കിൽ ഫൈ ആണ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും വരില്ല. സോ ഫൈനൈറ്റ് നൾ സെറ്റും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് ഇതും ഫൈനൈറ്റ് ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ കാണിക്കുന്നത് ഒരു നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റിനെയാണ്. എം ടി സെറ്റും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 പേരും എന്താണ്? ഫൈനൈറ്റ് സെറ്റുകളാണ്. ഇനി നാലാമത്തത് നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് മെമ്പർ ഓഫ് എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം. എൻ അതായത് നാച്ചുറൽ നമ്പറും ആണ് പ്രൈമും ആണ്. 2, 3, 5 ഇങ്ങനെ പോവുകയാണ്. അതായത് ഡാഷ് 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 ഡോട്ടുകൾ ഇട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്. സോ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. മനസ്സിലായോ? 4 എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് മെമ്പർ ഓഫ് എൻ ആൻഡ് എക്സ് ഈസ് ഓഡ് നമ്പേഴ്സ് 1, 2, 3, 5, 7 ഇങ്ങനെ പോവാണ്. ദാറ്റ് ഈസ് ഓൾസോ ഇൻഫൈനൈറ്റ് സെറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സെറ്റ് ബിൽഡർ ഫോമാണ് തന്നിരിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോം ആയിക്കോട്ടെ, റോസ്റ്റർ ഫോം ആയിക്കോട്ടെ, ആ സെറ്റ് ഡോട്ട് റോസ്റ്റർ ഫോം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഡോട്ട് ഉണ്ടോ? ഇൻഫൈനൈറ്റ് ആണ്.
ഡോട്ട് ഇല്ലെങ്കിൽ ഫൈനൈറ്റ്. അതുകൊണ്ടാണ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ. കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അടുത്തത് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, രണ്ടിലും ഒരേ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 sets A and B are said to be equal if they have exactly the same elements. അപ്പോൾ A ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. അതർവൈസ് ദ സെറ്റ്സ് ആർ സെഡ് ടു ബി അൺഈക്വൽ. ആ അൺഈക്വൽ ആണെങ്കിൽ A നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 4 ആണ്, B എന്ന് പറഞ്ഞാൽ 3 1 4 2 ആണ്. നോക്കിയേ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ട്, അപ്പോൾ A ഈക്വൽ ടു ബി ആണ്. എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ട്, അതുകൊണ്ട് തന്നെ A ഈക്വൽ ടു ബി ആണ്. A set does not change if one or more elements of the sets are repeated. നമ്മൾ പറഞ്ഞു എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റിപ്പീറ്റ് ചെയ്താൽ ആ രണ്ടാമത് വരുന്ന ആളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ സെറ്റ് A 1 2 3 ആണ്, സെറ്റ് B 2 2 1 3 3. അപ്പോൾ ഇവിടെയും ഈ രണ്ടാമത് വരുന്ന 2നെയും ഇവിടെ വരുന്ന 3യെ നമ്മൾ നോക്കണ്ട. ഇവിടെയും 2 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റും ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ആ എയിലുള്ള ആൾക്കാർ ബിയിലുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവിടെ റിപ്പറ്റീഷൻ വരുന്നതോ ഒന്നും ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതോ ഒന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ അതാണ് ഈക്വൽ സെറ്റ്, ആ പേര് പറയുന്നത് പോലെ തന്നെ. അടുത്തത് നമുക്ക് സെറ്റിൻ്റെ പടത്തിൽ ടൈപ്പ് ഓഫ് സെറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പേര് പറയുന്നത് തന്നെയാണ് ആ സെറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. അതായത് ഒരു സെറ്റിനകത്ത് ഒരു ഒറ്റ എലമെൻറ്റേ ഉള്ളെങ്കിൽ അവനൊരു സിംഗിൾട്ടൺ സെറ്റാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇതാരാ? ഇപ്പോൾ A ഈസ് ഈക്വൽ ടു ഇങ്ങനെ തന്നാൽ ഇത് നൾ സെറ്റ് അല്ല, ഇത് സിംഗിൾട്ടൺ സെറ്റാണ്. സിംഗിൾട്ടൺ സെറ്റാണ്. മനസ്സിലായി? അതിൻ്റെ അകത്ത് ഒറ്റ എലമെൻ്റ് ഉണ്ട്. ആരാണ്? 0 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ട്. സോ ഇത് സിംഗിൾട്ടൺ. ഒരു ഒറ്റ എലമെൻ്റ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെയാണ്, നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൻ്റെ എല്ലാ നമ്പേഴ്സും ഉൾക്കൊള്ളുന്നവൻ, യൂണിവേഴ്സ്. നമുക്കിപ്പോൾ A B C എന്ന് പറഞ്ഞ് കുറേ സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ നമ്പേഴ്സ്, എല്ലാ എലമെൻസും, നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ആൽഫബറ്റ്സും ആവാം. സോ അതിലുള്ള എല്ലാ എലമെൻസും ഉൾക്കൊള്ളുന്നവൻ യൂണിവേഴ്സ്. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് U എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് A ഈസ് ഈക്വൽ ടു 1 2ഉം സെറ്റ് B ഈസ് ഈക്വൽ ടു 3 4 5 ആണെങ്കിൽ U ഈസ് ഈക്വൽ ടു 1 2 3 4 5. ഇത് ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, ഷഫിൾ ചെയ്ത് എഴുതാം. അപ്പോൾ U എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും ഉണ്ട്. അത് യൂണിവേഴ്സൽ സെറ്റാണ്. എയുടെയും ബിയുടെയും യൂണിവേഴ്സൽ സെറ്റാണ് U എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? ആദ്യത്തേത് നിങ്ങൾ നോക്കിയേ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. നിങ്ങൾ നോക്കിയേ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 3 5 ഇങ്ങനെ പോകുന്നതാണ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നൾ സെറ്റാണ്. ആദ്യത്തേത് നൾ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇതിന് 2 ഇതാണ് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഉള്ള ഒരു എലമെൻ്റ് ഇല്ല. സോ അത് നൾ സെറ്റാണ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈവൻ പ്രൈം നമ്പർ ആരാണ്? 2 ഉണ്ട്. അപ്പോൾ അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. അതിനെ നൾ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇനി നിങ്ങൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയേ, എക്സ് 5നേക്കാളും ചെറുതാണ് 7നേക്കാളും വലുതാണ്. അങ്ങനെ പറ്റുമോ? 5നേക്കാളും ചെറുതും 7നേക്കാളും വലുതുമായിട്ടൊരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് ഇവനും നൾ സെറ്റാണ്. മനസ്സിലായോ? ആ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിൻറ്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻസ്. നിങ്ങൾ നോക്കിയേ, പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസാണ്. അവർക്ക് കോമൺ പോയിൻ്റ് ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തതും നൾ സെറ്റാണ്. അതായത് അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു എലമെൻ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നതിൽ 1 3 4 നൾ സെറ്റാണ്. മനസ്സിലായോ? ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ ആയിട്ട് വരുന്ന സെറ്റുകൾ ആരൊക്കെയുണ്ടെന്ന്? A 2 4 8 12, B 1 2 3 4, C നോക്കിയേ 4 8 12. കണ്ട് ഇവിടെ ഒരു 14 ഉണ്ട്. എയിൽ 14 ഇല്ല, അപ്പോൾ അവർ എയും സിയും ഈക്വൽ അല്ല. D നോക്കിയേ 3 1 4 2, A 1 2 3 4, ഇത് 3 1 4 2. അപ്പോൾ നമുക്ക് ബിയും ഡിയും ഈക്വൽ ആണെന്ന് പറയാം. ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ബിയും ഡിയും ഈക്വൽ ആണ്. ഇനി നോക്കിയേ, E -1 1, F 0 A വരില്ല. G നോക്കിയേ 1 -1, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുന്നു. E ഈക്വൽ ടു F എന്ന് പറയാം അല്ലേ? കാര്യം ഇയും എഫും, സോറി ഈ എഫ് അല്ല, ഇയും ജിയും, ഇയും ജിയും
എഫ് അല്ല ജി. കാര്യം എന്താ, ഓർഡർ മാറ്റി കൊടുത്തിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് സെറ്റിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. -1 1 എന്ന് എഴുതിയാലും 1 -1 എന്ന് എഴുതിയാലും സെറ്റ് സെയിം ആണ്. ഇനി 0 H01 01 വരുന്ന ആരുമില്ല, 0A ആണുള്ളത്. അപ്പോൾ ഇവിടെ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ബിയും ഡിയും ഈക്വലാണ്, ഇയും ജിയും ഈക്വലാണ്. ഓക്കെ ആണോ? അടുത്തത് സബ്സെറ്റ്സ്. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ സബ്സെറ്റിനെ കാണിക്കുന്ന സിമ്പൽ ഇതാണ് കേട്ടോ, ഒരു യു, ചരിച്ചിട്ട യു. അതായത് എയെ നമുക്ക് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഒരു സബ്സെറ്റാണ്, അവൻ്റെ സബ്ബാണിവൻ. ഈ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറയാം. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആവണമെങ്കിൽ, അതായത് മെമ്പർ ഓഫ് എ ഈക്വൽ ടു മെമ്പർ ഓഫ് ബി ആയിരിക്കണം. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. അതായത് ക്യാപിറ്റൽ എയിലുള്ള എലമെൻറ്റ്സ് ബിയിലും ഉണ്ടെങ്കിൽ, എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടാവണം. ക്യാപിറ്റൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ക്യാപിറ്റൽ ബിയിലുണ്ടെങ്കിൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെ ചരിച്ചിട്ടിരിക്കുന്ന യു കൊണ്ടാണ്. ഓക്കെ. ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരു വെട്ടും. ഓക്കെ ആണോ? ഇനി ഇത് കുറച്ച് പോയിന്റ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ബോൾഡ് ആക്കി കൊടുത്തിരിക്കുന്നത്. നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എവരി സെറ്റ് ഈസ്, ഏതൊരു സെറ്റും അതിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സബ്സെറ്റിന് നമ്മളൊരു പേര് വിളിക്കും, ഇംപ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ. എല്ലാ സെറ്റും അവൻ്റെ തന്നെ സബ്സെറ്റാണ്, അവനെ നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. ഇനി ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏതൊരു സെറ്റ് എടുത്താലും ഫൈ അല്ലെങ്കിൽ നൾ സെറ്റ്, എം ടി സെറ്റ് അവൻ്റെ ഒരു സബ്സെറ്റാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ആൻഡ് ബി ടു സെറ്റ്സ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി and A not equal to B. If A is a subset of B and A not equal to B, then A is called proper subset. ഞാൻ പറഞ്ഞല്ലോ, എയിലെ എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ട്, പക്ഷേ ബിയിലെ എല്ലാ മെമ്പേഴ്സും എയിലില്ല. അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് നമ്മൾ പറയുന്നത്. എ ബിക്ക് ഈക്വൽ അല്ല, പക്ഷേ എയിലുള്ള എല്ലാ മെമ്പേഴ്സും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം, എയിലുള്ള എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. ഒരേ ഒരു ഇംപ്രോപ്പർ സബ്സെറ്റേ കാണും. അതായത് ഇപ്പം ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, ആ സെറ്റിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ടായിരിക്കണം, എന്നാൽ ബിയിലുള്ള എല്ലാ മെമ്പേഴ്സും എയിലുണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവരെയാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബിയെ വിളിക്കുന്നത് സൂപ്പർ സെറ്റ് എന്നാണ്. അപ്പോൾ സൂപ്പർ സെറ്റും ഇംപ്രോപ്പർ സബ്സെറ്റും സെയിം ആണ്. ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, ആ സെറ്റിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അവനെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ആര്? സൂപ്പർ സെറ്റ്. നമ്മളിനി കാണും കേട്ടോ, പ്രോബ്ലംസ് ചെയ്യും. നിങ്ങളിവിടെ നോക്കിയേ, ഇഫ് എൻ ഓഫ് എ ഈക്വൽ ടു പി, അതായത് നമ്പർ ഓഫ് എയിലുള്ള എലമെൻറ്റ്സ് പി ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 p. ഇക്വേഷൻ ഓർത്തിരിക്കണേ. ഇപ്പോൾ ഒരു സെറ്റ് തന്നിട്ടുണ്ട് എ, അപ്പോൾ അവൻ്റെ സബ്സെറ്റ്സ്, അവനെ കൊണ്ട് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 p ആണ്. 2 എലമെൻറ്റ്സ് ഓഫ് എ ആണ്. നമ്പർ ഓഫ് പ്രോപ്പർ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 p -1 ആണ്. ഇംപ്രോപ്പർ സെറ്റ് എപ്പോഴും ഒരെണ്ണേ കാണത്തുള്ളൂ. ഇനി ഞാനിത് നമ്മളിങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ. അപ്പോൾ ആദ്യം എ തന്നെ അതിൻ്റെ സബ്സെറ്റാണ് 1 2 3. അപ്പോൾ ഇവനെ നമ്മൾ വിളിക്കുന്ന പേര് ഇംപ്രോപ്പർ സബ്സെറ്റ്, അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കുമല്ലോ, സൂപ്പർ സെറ്റ്. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് അടുത്ത സബ്സെറ്റുകൾ ഉണ്ടാക്കുകയാണേ. അടുത്ത സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2. ഇത് എയുടെ ഒരു സബ്സെറ്റാണ് 1 2. എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടോ? ഈ സബ്സെറ്റിലുണ്ടോ? ഇല്ല. പക്ഷേ ഇവനിലെല്ലാം എയിലുണ്ട്. അപ്പോൾ ഇതൊരു സബ്സെറ്റ്, ഇത് പ്രോപ്പറായിട്ടുള്ള സബ്സെറ്റ്, പ്രോപ്പറാണ്. പക്ഷേ എ എന്ന് പറഞ്ഞാൽ എയുടെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ അവനെയാണ് നമ്മൾ ഇംപ്രോപ്പർ അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് എന്ന് വിളിക്കുന്നത്. 1 3. ഇനി നോക്കിയേ, 1 2 1 3. അപ്പോൾ 1 വെച്ചുള്ള 2 കഴിഞ്ഞു. പിന്നെ 2 3. ഇനി സിംഗിൾട്ടൺ സെറ്റുകളുണ്ട്. 1 എയുടെ ഒരു സബ്സെറ്റാണ്. 2 3. ഓക്കെ. ഇനി 0 സെറ്റ്, നമ്മുടെ 0 സെറ്റ് അല്ല, സോറി, നൾ സെറ്റ്. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടെന്ന്
എ ഉണ്ട് 1 2 3 4 5 6 7 8 8 ഉണ്ട്. നിങ്ങൾ നോക്കിയേ 2 റേസ് ടു പി, പിയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? എയുടെ നമ്പേഴ്സ്, എയുടെ എലമെൻസിൻ്റെ എണ്ണമാണ് പി. അപ്പോൾ പിയുടെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3, 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 8 സബ്സെറ്റ്സ് ഉണ്ട് എക്ക്. അപ്പോൾ ആദ്യം എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമല്ലോ, ഇവനാണ് ഇംപ്രോപ്പർ സെറ്റ്. അപ്പോൾ ഒരു ഇംപ്രോപ്പർ സെറ്റേ കാണത്തുള്ളൂ. ഇനി എത്ര പ്രോപ്പർ സെറ്റുകൾ? ബാക്കി എല്ലാവരും പ്രോപ്പറാണ്. അപ്പോൾ എത്ര പ്രോപ്പർ സെറ്റ് കാണും? ടോട്ടൽ 2 റേസ് ടു പി ആണ്, അതിൽ ഒരെണ്ണം ഇംപ്രോപ്പറാണ്. അപ്പോൾ പ്രോപ്പറിൻ്റെ എണ്ണം എത്ര? 2 റേസ് ടു പി മൈനസ് 1. മനസ്സിലായോ? ടോട്ടൽ 2 റേസ് ടു പി സബ്സെറ്റ്സ് ഉണ്ട്, അതിൽ ഒരുത്തൻ ഇംപ്രോപ്പറാണ്, അപ്പോൾ ബാക്കിയുള്ളവരാണ് പ്രോപ്പർ. ഇങ്ങനെയാണ് സബ്സെറ്റ്സ് എഴുതുന്നത്. മനസ്സിലായോ? അടുത്തത്, ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് 63, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണമാണ് 63. പ്രോപ്പർ സബ്സെറ്റിൻ്റെ ഇക്വേഷൻ 2 റേസ് ടു പി മൈനസ് 1, 63. അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു പി എന്ന് പറയുന്നത് ഈ 1 അപ്പുറത്ത് പോകുമ്പോൾ 64 ആവും. ഇനി 64ൻ്റെ 2 ബേസ് വരുന്ന രീതിയിൽ എഴുതുക. 2 ടൈംസ് 32, 2 ടൈംസ് 16, 2 ടൈംസ് 8, 2 ടൈംസ് 4, 2 ടൈംസ് 2. അപ്പോൾ എത്ര 2 ആണ്? 1 2 3 4 5 6, 6 2 വരും. 2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എത്രയാ? പി ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, 6 വരും. മനസ്സിലായോ? അപ്പോൾ 2 റേസ് ടു പി മൈനസ് 1 ആണ് പ്രോപ്പർ സെറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അത് 63 ആണ്. അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു പി എന്ന് പറയുന്നത് 64 വരും. പിയുടെ വാല്യൂ 6. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 റേസ് ടു 6 ആണ്. അതായത് പി എന്ന് പറഞ്ഞാൽ 6 ആണ്. മനസ്സിലായോ? അടുത്ത പ്രോബ്ലം ഇനി ഇൻ്റർവെൽസ് ആണ്. ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നമ്മൾ ഇൻ്റർവെൽ എഴുതി, നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എഴുതിയപ്പോൾ അവിടെ ഇൻ്റർവെൽ എഴുതിയായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഇൻ്റർവെൽ ഉണ്ട്. ഇപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും എഴുതും, ലെസ് ദാനും എഴുതും. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് വരില്ല. ഈക്വൽ ടുവും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് വരും. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ 1ഉം 7ഉം ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായോ? 1ഉം 7ഉം വരും. അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് കാണിക്കും. 1ഉം 7ഉം വരണം. ഇനി 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ അതിനെ സിമ്പിൾ ബ്രാക്കറ്റിനകത്താണ് കാണിക്കുന്നത്, ആ ലിമിറ്റിന്. അതായത് 1ഉം 7ഉം വരില്ല, ബാക്കിയുള്ളവർ വരും. 1നെയും 7നെയും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. അതിനകത്തുള്ളവരെ എടുത്താൽ മതി. ഇതാണ് സെറ്റിൻ്റെ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയും. അവിടെ കണ്ടോ, ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്താണ്? ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ. അതായത് അവിടെ ലെസ് ദാൻ മാത്രമേ വരൂ, ഈക്വൽ ടു വരില്ല. എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി ഈസ് കോൾഡ് ഓപ്പൺ ഇൻ്റർവെൽ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ, കണ്ടോ, സിമ്പിൾ ബ്രാക്കറ്റ്. ഓൾ ദ പോയിന്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവെൽ ബട്ട് എ ബി ദംസെൽസ് ഡു. അതായത് ഇൻ്റർവെൽ ഈ 2 ലിമിറ്റ് എടുക്കണ്ട. അപ്പം വൈ എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റ് 2 എടുക്കണ്ട, അതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അവന്മാരെയും കൂടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവന്മാരെ എടുക്കണം. അവിടെ സ്ക്വയർ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി, എ ബി ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ വന്നു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അവന്മാരെയും കൺസിഡർ ചെയ്യണം. വി ക്യാൻ ഓൾസോ ഹാവ് ഇൻ്റർവെൽസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് അതർ എൻഡ്. ഒരു സൈഡിൽ ക്ലോസ്ഡും ഒരു സൈഡിൽ ഓപ്പണും എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എക്സിന് 1 എടുക്കണം, പക്ഷേ 7 എടുക്കണ്ട. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 1നെ സ്ക്വയറിനകത്ത് ടൈറ്റ് ചെയ്ത് വെച്ചു, 7 ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടു. അതുപോലെയാണ് ഇവിടെ, കണ്ടോ, എക്ക് ലോവർ ലിമിറ്റിന് ക്ലോസ് ചെയ്ത് വെച്ചു, അപ്പർ ലിമിറ്റിന് ഓപ്പൺ ആക്കിയിട്ടു. വി ക്യാൻ ഓൾസോ ഹാവ് ഇൻ്റർവെൽസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദ അതർ എൻഡ്. അതായത് തിരിച്ചു വിടാം. ഇങ്ങനെ എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അതിൻ്റെ അർത്ഥം 1നെ ഓപ്പൺ ആക്കി 7നെ ടൈറ്റ് ചെയ്തു. ഓക്കെ, ഇതെങ്ങനെ വേണമെങ്കിലും ഇത് എഴുതാം. ഇനി അതുപോലെ തന്നെ ഇത് ഇൻഫിനിറ്റി വരുന്നതാണ്. അതായത് 0 ടു ഇൻഫിനിറ്റി, ഇവിടെ എന്ന് പറഞ്ഞാൽ 0 എടുക്കണം, അപ് ടു ഇൻഫിനിറ്റി ആണ്. ഡിഫൈൻസ് ദ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ് ഇത് വരുന്നത്. അതുപോലെ സെറ്റ് ഓഫ്, ഇത് 2 ഓപ്പൺ ആണ്, -∞ ടു 0. സെറ്റ് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് 0 വരില്ല, -1 വരെ വരുള്ളൂ. ഇൻഫിനിറ്റിയും വരില്ല, 0യും വരില്ല, അതിനിടയ്ക്കുള്ളത്, അതായത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി -∞ ഇൻഫിനിറ്റി ഡിസ്ക്രൈബ്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് റിലേഷൻ ടു എ ലൈൻ എക്സ്റ്റെൻഡിങ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റ്സ് കൂടെ എടുക്കണം.
ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് എടുക്കേണ്ട, അതിനുള്ളിലുള്ള വാല്യൂ മാത്രം എടുത്താൽ മതി. ഓപ്പൺ ഇൻ്റർവെൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊണ്ടും ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊണ്ടുമാണ് കാണിക്കുന്നത്. ക്ലോസ്ഡ് ഓപ്പണും കൂടെ വരും, ഇങ്ങനെ വരും, ഓപ്പണും ക്ലോസ്ഡും കൂടെയും വരും. ഇതാണ് സെറ്റിൻ്റെ ഇൻ്റർവെൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെടുത്ത് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. സെറ്റ് എന്താണ്, സെറ്റിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും, പിന്നെ ടൈപ്പ് ഓഫ് സെറ്റും, പിന്നെ അതിൻ്റെ ഇൻ്റർവെൽ, ഇത്രയാണ് മെയിൻ ടോപ്പിക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെൻ ഡയഗ്രവും ഓപ്പറേഷൻസ് ഓൺ സെറ്റും നമ്മൾ നോക്കും. അതോടെ ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.